ഹലോ എവ്രി വൺ, ഇന്നത്തെ ഒരു ഒക്ടോപ്പസിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ലവ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ കാണുന്നുണ്ടായിരിക്കും. നമുക്കിതൊക്കെ അടുത്ത വീഡിയോയിൽ നോക്കാം, ശരിയാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മാജിക് റിംഗ് ആണ്. ഈ മാജിക് റിങ്ങിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാജിക് റിംഗ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചൊരു കമൻറ്റ് വന്നിരുന്നു. ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മാജിക് റിങ്ങിന് ശേഷം നമ്മളൊരു ചെയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ റിങ്ങിനുള്ളിൽ 8 സിംഗിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ 8 സിംഗിൾ ക്രോഷേ കംപ്ലീറ്റ് ആയതിനു ശേഷം അത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ആ റൗണ്ട് അവിടെ അവസാനിപ്പിക്കുക. അടുത്തത് സെക്കൻഡ് റൗണ്ടാണ്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് തുടങ്ങുന്നേക്കാൾ മുന്നേ നമ്മളൊരു ചെയിൻ ചെയ്യണം. ഓരോ റൗണ്ട് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ചെയിൻ വീതം ചെയ്യണം, എന്നാലാണ് ഹൈറ്റ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഈ സെക്കൻഡ് റൗണ്ടിൽ 8 ഇൻക്രീസുകളാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം നമുക്ക് 16 സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യാനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് എൻഡ് ചെയ്യുമ്പോഴും സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. പിന്നെ നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ചെയിൻ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ള നെക്സ്റ്റ് റൗണ്ടിൽ ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസ്, ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസ് എന്നുള്ള തരത്തിലാണ് ചെയ്യാനുള്ളത്. അങ്ങനെ അത് കംപ്ലീറ്റ് ആവും. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളിതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളത് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടായിരിക്കും എൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നിട്ട് പുതിയ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെയിൻ ചെയ്യുക. ഇനി ഈ റൗണ്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസ് എന്നുള്ള തരത്തിലാണ് ചെയ്യുന്നത്. 3 സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസ്. അപ്പോൾ 3 തവണ ചെയ്ത് ഒരു ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ശേഷം ഈ റൗണ്ട് എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് എൻഡ് ചെയ്യുക. പുതിയ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെയിൻ ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്റ്റിച്ചസിൻ്റെ കൗണ്ട് എപ്പോഴും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒക്ടോപ്പസിന് ഉണ്ടാക്കുന്നത് ബ്ലൂ വൈറ്റ് തീമിലാണ്. അതുകൊണ്ട് ഞാൻ ഈ 2 യാൺസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളതിൽ ഉള്ള യാൺസ് അനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ 2 അല്ലെങ്കിൽ 3 ടൈപ്പ് കളേഴ്സ് മിക്സ് ചെയ്തെന്ന് വെച്ചാൽ ലൈറ്റ് കളേഴ്സും ഡാർക്കിലേക്ക് വരുന്ന രീതിക്ക് ഷെയ്ഡിങ് ഒക്കെ കൊടുത്തുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ 2 യാൺസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത റൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ക്രോഷേ ആണ്. അപ്പോൾ ഞാൻ ഈ ബ്ലൂ കളർ വെച്ചിട്ട് ഡബിൾ ക്രോഷേ ഫുള്ള് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റൗണ്ട് ക്ലോസ് ചെയ്യുന്നതും സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയായിരിക്കും. അങ്ങനെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോട്ടം സൈഡ് ഉണ്ടാക്കാനും ഇതുപോലെ മാജിക് റിങ് ഉണ്ടാക്കണം. മാജിക് റിങ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഒരു ചെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ 6 സിംഗിൾ ക്രോഷയാണ് ആ റിങ്ങിന് മുകളിൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഈ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടാണ്. നെക്സ്റ്റ് റൗണ്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെയിൻ ചെയ്യണം. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് 6 ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം നമുക്ക് 12 സ്റ്റിച്ചസ് കിട്ടും കൗണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്താൽ ഇതുപോലെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ പുതിയ റൗണ്ട് തുടങ്ങുമ്പോൾ ഒരു ചെയിൻ ചെയ്യുക. അടുത്ത റൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസ്, ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസ് എന്നുള്ള തരത്തിലാണ്. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടാണ്. അതിന് ശേഷം നമ്മൾ പുതിയ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെയിൻ ചെയ്യുക.
ഇനി അടുത്ത റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷേ 1 ഇൻക്രീസ് എന്നുള്ള തരത്തിലാണ് പോകുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടാണ്. പിന്നെ പുതിയ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെയിൻ വെച്ചിട്ടാണ്. അപ്പോൾ ബോഡി പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അപ്പർ പോർഷനും ബോട്ടം പോർഷനും തമ്മിൽ ജോയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഫില്ല് ചെയ്തതിന് ശേഷം സിംഗിൾ ക്രോഷ്യ വെച്ച് നമ്മളതൊന്ന് ജോയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അതിന് ശേഷം ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. ഡബിൾ ക്രോഷ്യ ഒരു വൈറ്റ് യാണ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു നോട്ടിൽ തന്നെ 2 തവണ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഇതും അവസാനിക്കുന്നത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് യാണിൻ്റെ ഫസ്റ്റ് ചെയ്ത യാണിൻ്റെ ആ 3rd ചെയിനിലായിരിക്കും നമ്മളത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിന് ശേഷം ലൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലൂ കളറിൽ, ഞാനിപ്പോൾ 2 കളറാണ് യൂസ് ചെയ്തപ്പോൾ വൈറ്റ് കളറിന് ഒരു ഫിനിഷിങ് കൊടുക്കാനായിട്ട് ബ്ലൂ കളർ ഒരു ലൈനിങ് കൊടുക്കുകയാണ്. ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫിനിഷിങ് ടച്ച് കിട്ടും. അപ്പോൾ ബോഡി പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ടെൻറ്റക്കിൾസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 45 ചെയിനാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിൽ 45 ചെയിൻ ചെയ്തതിന് ശേഷം അതിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. അപ്പോൾ ഒരു ടൈപ്പ് ടെൻറ്റക്കിൾ റെഡിയാണ്. ഈ ഒരു ടൈപ്പ് ടെൻറ്റക്കിളിൽ തന്നെ 3 എണ്ണം നമുക്ക് ചെയ്യണം. അങ്ങനെ 2 ടൈപ്പ് ടെൻറ്റക്കിൾസാണ് ചെയ്യുന്നത് ടോട്ടലി. അപ്പോൾ അങ്ങനെ അത് ചെയ്യാം. പിന്നെ ടെൻറ്റക്കിൾസ് അവസാനിക്കുമ്പോൾ നമ്മളൊരു ചെയിൻ എക്സ്ട്രാ ചെയ്യുക. എന്നിട്ട് യാണ് കുറച്ച് ലോങ് ആയിട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കത് ബോഡി പാർട്ടിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പം വരുന്നുള്ളൂ. എന്നിട്ട് കട്ട് ചെയ്യുക. രണ്ടാമത്തെ ടൈപ്പ് ടെൻറ്റക്കിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്ത ടെൻറ്റക്കിൾസിൻ്റെ പോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യം കൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2 കളർ യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു തിക്നെസ്സും കിട്ടും. അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്ടോപ്പസ് റെഡിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് തെറ്റുകളുണ്ടെന്ന് അറിയാം. ഇനി നമുക്ക് നല്ല നല്ല ട്യൂട്ടോറിയൽ വീഡിയോസ് ഈ തെറ്റുകളൊക്കെ തിരുത്തി ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.